ഉണങ്ങാത്തൊരു മുറിവ് കൊണ്ട് ക്യാൻസർ ഉണ്ടാവാം എന്ന് പറയും. എന്തുകൊണ്ട് ഉണങ്ങാത്ത മുറിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു പല്ല് നിര തെറ്റി കിടക്കുമ്പോൾ ഒരു പല്ല് ചരിഞ്ഞിങ്ങനെ ഇരിക്കുക. അത് കോൺസ്റ്റന്റ്ലി ഒരു സ്ഥലത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവഞ്ച്വലി അതൊരു കാറായിട്ട് ഫോം ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ലീഷനായിട്ട് മാറുമോ. ഈ ലീഷൻ പിന്നെ ഹീൽ ആവാതെ ഇങ്ങനെ പോയി അവിടെയുള്ള സെൽസിന്റെ രീതികൾ മാറുന്നു. സ്ലോലി ദേ ഹാവ് ഒരു ചെറിയ ചേഞ്ചസ്, ഒരു ക്യാൻസറസ് ചേഞ്ചിലേക്ക് മാറുന്നു. അങ്ങനെ വരാം. അപ്പം സ്ഥിരമായി ഈ പറയുന്ന മാതിരി മുറിവുകൾ ഉണ്ടെങ്കിൽ അത് വൂണ്ടുണ്ടാക്കാം. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഏത് പ്രീ ക്യാൻസറസ് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് എല്ലാത്തിനും ഇതിൽ തന്നെ കാണിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെ റിലേറ്റ് ചെയ്തതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആ ഭാഗത്തിനുള്ള പല്ലുകളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രോഡക്ട്സിന്റെ ഇതുകൊണ്ടായിരിക്കാം. എന്ത് രീതിയിൽ ഇങ്ങനെ കണ്ടാലും നമുക്ക് നോർമലി ബോഡിയിൽ കാണിക്കുന്ന നോർമലി അല്ലാത്ത ഈ ചേഞ്ചസ് ചിലപ്പോൾ റഫനിങ് ആയിട്ട്, അപ്പോൾ കവിളിന്റെ ഉൾഭാഗമൊക്കെ കുറച്ച് കട്ടി കൂടിയതുപോലത്തെ ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ കൈ കവിളിലൂടെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ ബാൻഡ് ഫോം ചെയ്തേക്കുന്ന സെറ്റ്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നൊക്കെ പറയുന്ന, കൂടുതലും പാൻ ഉപയോഗിക്കുന്നവര്, അങ്ങനത്തെ ബെറ്റിൽ നട്ട്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാൻ മസാല ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ കണ്ടേക്കുന്ന സംഭവം ഇങ്ങനെ ബാൻഡ് ഇങ്ങനെ കൈ ഓടിക്കുമ്പോഴേ കാണാം. വായ ചിലപ്പോൾ ഇവർക്ക് വാ തുറക്കുമ്പോൾ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇതൊക്കെ ഒരു റെഗുലർ ആയിട്ട് നമ്മൾ കാണുന്ന സൈൻസ് ആണ്.